ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡു ഓർ ഡൈ. കീബോർഡ് നോക്കാതെ ടൈപ്പ് ചെയ്യാൻ പഠിക്കാം എന്നതിൻ്റെ പാർട്ട് 6 ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മുൻപത്തെ വീഡിയോസിൽ കാണിച്ചതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. മുമ്പ് നമ്മൾ പഠിച്ചത് ASDF സ്പേസ് സെമിക്കോളം LKJHJ. ഒന്നുകൂടെ ASDF സ്പേസ് സെമിക്കോളം LKJHJ. അത് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിച്ചത് മുകളിലത്തെ റോയാണ് നമ്മൾ പഠിച്ചത്. QWERTR സ്പേസ് POIUYU സ്പേസ്. ഒന്നുകൂടെ പറയാം, QWERTR സ്പേസ് POIUYU. അത് കഴിഞ്ഞിട്ട് താഴത്തെ റോയാണ് നമ്മൾ പഠിച്ചത്. ZXCVBV സ്പേസ് സ്ലാഷ് ഡോട്ട് കോമ MNM സ്പേസ്. ഒന്നുകൂടെ ഈ താഴത്തെ റോ കുറച്ച് നമ്മൾ ആദ്യം പഠിക്കുന്നവർക്ക് കുറച്ച് ടഫായിരിക്കും. അത് പിന്നെ പഠിച്ച് വരുമ്പോഴത്തേക്ക് സിമ്പിളായി മാറുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ZXCVBV സ്പേസ് സ്ലാഷ് ഡോട്ട് കോമ MNM സ്പേസ്. ഇത്രയും 2 ദിവസം, 2 അല്ല 3 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അത് കീബോർഡ് നോക്കാതെ പ്രാക്ടീസ് ചെയ്തവർ മാത്രമേ ഇന്നത്തെ വീഡിയോ കാണാൻ പാടുള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് യഥാർത്ഥത്തിൽ ഈ വിരലുകൾ മുകളിലോട്ടും താഴോട്ടും പോകുന്ന രീതികളെ പറ്റി പഠിക്കുന്നത്. അതായത് ഈ ഹോം റോയിൽ കൈ വെച്ചതിന് ശേഷം വിരൽ എപ്പോഴും Fലും Jയിലും തന്നെ നിൽക്കണം. ഈ Fലും Jയിലും നിന്നിട്ട് ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്യാൻ. ഈ ഓരോ വിരലുകളും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതാത് പൊസിഷനിൽ തന്നെ വെക്കണം. അതായത് ഈ ഹോം റോയിൽ തന്നെ വിരൽ വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും ടൈപ്പ് ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ശ്രദ്ധിക്കുക, മുകളിലോട്ടും ഇതിൽ നിന്ന് കൈ എടുക്കാതെ മുകളിലോട്ടും താഴോട്ടും പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത്, ആദ്യം നമ്മൾ ഈ വിരൽ ഏതൊക്കെ പഠിച്ചു? A പഠിച്ചു, ഈ വിരൽ കൊണ്ട് A പഠിച്ചു, Q പഠിച്ചു, Z പഠിച്ചു. ഈ 3 അക്ഷരത്തിനും ഈ കുഞ്ഞു വിരലാണ് ഉപയോഗിക്കുന്നത്. ആ കുഞ്ഞു വിരൽ വെച്ച് മുകളിലും താഴെയുള്ള പൊസിഷനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, AQA. ഒന്നുകൂടെ കാണിച്ചു തരാം. AQA. അടുത്തത് AZA. ഇങ്ങനെ തന്നെ പോകണം. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കി വിരൽ എടുത്തേക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. AZA. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി മൊത്തത്തിൽ വിരൽ വെച്ചിട്ട് AQA AZA അത് പോകണം. അതുപോലെ SWS SXS. ഒന്നുകൂടെ SWS SXS ഇതുപോലെ വെച്ചിട്ട് SWS SXS. അടുത്തത് DED DCD DED DCD DED DCD. അതുപോലെ റൈറ്റ് സൈഡിൽ സെമിക്കോളം P സെമിക്കോളം. ഒന്നുകൂടെ സെമിക്കോളം P സെമിക്കോളം. അതുപോലെ താഴെ വരണം സെമിക്കോളം സ്ലാഷ് സെമിക്കോളം. കണ്ടോ, താഴോട്ട് വരുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും. സെമിക്കോളം സ്ലാഷ് സെമിക്കോളം. ഓക്കെ, ഇനി ആ വിരൽ Fലും Jയിലും വെച്ചിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സെമിക്കോളം P സെമിക്കോളം സെമിക്കോളം സ്ലാഷ് സെമിക്കോളം. സെമിക്കോളം P സെമിക്കോളം സെമിക്കോളം സ്ലാഷ് സെമിക്കോളം. ഈ വിരൽ പോയാലും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. അടുത്തത് LOL. തൊട്ട് താഴെ L.L. ഒന്നുകൂടെ LOL
അടുത്തത് L ഡോട്ട് എൽ. ഓക്കെ, LOL, L ഡോട്ട് എൽ. അടുത്തത് K, K. ഒന്നുകൂടെ KIK, K, K. ഇങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ. ഇനി നമ്മൾ സ്പേസ് ചെയ്ത് ഇത് എങ്ങനെ ടൈപ്പ് ചെയ്യാം, വിരൽ എങ്ങനെ പോകാം എന്നാണ് നോക്കുന്നത്. നോക്കിക്കോളും. AQA സ്പേസ് AZA സ്പേസ്. ഒന്നുകൂടെ AQA സ്പേസ് AZA സ്പേസ്. AQA സ്പേസ് AZA. അടുത്തത് SWS സ്പേസ് SXS സ്പേസ്. DED സ്പേസ് DCD സ്പേസ്. കണ്ടോ, വിരലെടുക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പേസ് ചെയ്യുന്നത് എല്ലാം അങ്ങനെ ഇരിക്കണം. സ്പേസ് ഇട്ടിട്ട് ഇതൂടെ റൈറ്റ് സൈഡൂടെ കാണിച്ചു തരാം. സെമിക്കോളം P സെമിക്കോളം സ്പേസ് സെമിക്കോളം സ്ലാഷ് സെമിക്കോളം P സെമിക്കോളം സ്പേസ് സെമിക്കോളം സ്ലാഷ് സെമിക്കോളം സ്പേസ് സെമിക്കോളം P സെമിക്കോളം സ്പേസ് സെമിക്കോളം സ്ലാഷ് സെമിക്കോളം സ്പേസ്. അടുത്തത് LOL സ്പേസ് L കുത്ത് L സ്പേസ് LOL സ്പേസ് L ഡോട്ട് എൽ സ്പേസ് LOL സ്പേസ് L ഡോട്ട് എൽ. ഒന്നുകൂടെ LOL സ്പേസ് L ഡോട്ട് എൽ സ്പേസ്. അടുത്തത് KIK സ്പേസ് K, K സ്പേസ് KIK സ്പേസ് K, K സ്പേസ്. എപ്പോഴും ഈ വിരലുകൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഈ രണ്ട് വിരലുകളും ഈ ഹോം റോയിൽ തന്നെ ഇരിക്കണം. ഹോം റോയിൽ നിന്നാണ് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ചലനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കീബോർഡിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബുക്ക് വേണം. ആ ബുക്ക് നോക്കി വേണം ടൈപ്പ് ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുന്ന അക്ഷരങ്ങൾ മനസ്സിൽ തറവാവത്തുള്ളൂ. ആദ്യമേ ഈ കൈയുടെ ചലനങ്ങൾ കറക്റ്റായിരിക്കണം. മുകളിലോട്ടും താഴോട്ടും പോകുന്നത്, തിരിച്ച് ഈ റോയിൽ തന്നെ വരുന്നതും, ആ വിരൽ Fലും Jയിലും തന്നെ തിരിച്ചെത്തുന്നത്. അതൊരു പ്രാക്ടീസാണ്. അത് പെട്ടെന്ന് കിട്ടത്തില്ല. അത് ഈ ക്ലാസ് നിങ്ങൾ ഒരു ഒരാഴ്ച നിങ്ങൾ കറക്റ്റ് ഈ മൂവ്മെൻറ്റ് കറക്റ്റാക്കണം. എന്നാൽ മാത്രമേ ഈ പ്രാക്ടീസ് കറക്റ്റായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പീഡ് കൂട്ടി വരാൻ പറ്റത്തുള്ളൂ. കീബോർഡ് നോക്കാതെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.